സമൂഹമാധ്യമങ്ങളിൽ രജനീകാന്തിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മകൾ ഐശ്വര്യ രജനീകാന്ത്. സോഷ്യൽ മീഡിയയിൽ രജനീകാന്തിനെ സംഘി എന്ന് മുദ്രകുത്തുന്നതിനെതിരെയും അധിക്ഷേപിക്കുന്നതിനെതിരെയും പ്രതികരിക്കുകയായിരുന്നു ഐശ്വര്യ. ലാൽ സലാം എന്ന ചിത്രത്തിന്റെ ചെന്നൈയിൽ നടന്ന ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ഐശ്വര്യയുടെ പ്രതികരണം. തന്റെ അച്ഛൻ സംഘിയല്ലെന്നും ആ വിളി വേദനിപ്പിക്കുന്നുവെന്നും ഐശ്വര്യ പറയുന്നു. പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നയാളാണ് താനെന്നും എന്നാൽ ചില പോസ്റ്റുകൾ കാണുമ്പോൾ ദേഷ്യം വരുന്നുവെന്നും തങ്ങളും മനുഷ്യരാണെന്നും ഐശ്വര്യ പറഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് എൻ്റെ ടീം അറിയിക്കാറുണ്ട്. ചില പോസ്റ്റുകളും അവർ കാണിച്ചു തരും. അത് കാണുമ്പോൾ ദേഷ്യം വരും. ഒരുപാട് ആളുകൾ എൻ്റെ അച്ഛനെ സംഘി എന്ന് വിളിക്കുന്നുണ്ട്. അത് എന്നെ വേദനിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെയാണ് സംഘി എന്ന് വിളിക്കുകയെന്ന് അവർ പറഞ്ഞു. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. രജനീകാന്ത് ഒരു സംഘിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ലാൽ സലാം പോലൊരു സിനിമ അദ്ദേഹം ചെയ്യില്ലായിരുന്നു എന്നായിരുന്നു ഐശ്വര്യയുടെ പ്രതികരണം. മകളുടെ പ്രസംഗത്തിനിടെ രജനീകാന്ത് വികാരനിർഭരനാവുകയും ചെയ്തു. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ താരം പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. നേരത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കാലിൽ വീണത് രജനീകാന്തിനെതിരെ വ്യാപക വിമർശനമുയർത്തിയിരുന്നു. യോഗിമാരുടെയും സന്യാസിമാരുടെയും അനുഗ്രഹത്തിനായി തന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ പോലും അവരുടെ പാദങ്ങൾ തൊടുന്നത് തന്റെ ശീലമാണെന്നായിരുന്നു വിമർശനങ്ങളോട് അന്ന് രജനീകാന്ത് പ്രതികരിച്ചത്. 2019 താരം BJPയിൽ ചേരുമെന്ന് അഭ്യൂഹം പ്രചരിച്ചിരുന്നു. എന്നാൽ ഒരു വിഭാഗം മാധ്യമങ്ങളും ചില വ്യക്തികളും തന്നെ കാവി പൂശാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു രജനി അന്ന് പറഞ്ഞത്. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം നിർവഹിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലാൽ സലാം. ഫെബ്രുവരി 9 ചിത്രം റിലീസിനെത്തുക. മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. വിഷ്ണു വിശാലും വിക്രാന്തും നായകന്മാരാവുന്ന ചിത്രത്തിൽ രജനീകാന്ത് അതിഥി വേഷത്തിലാണ് എത്തുന്നത്. സെന്തിൽ, ജീവിത, തമ്പിരാമയ്യ, അനന്തിക, സനിൽകുമാർ, വിവേക് പ്രസന്ന, തങ്കദുരൈ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. AR റഹ്മാനാണ് ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അലിരാജയാണ് ചിത്രം നിർമ്മിക്കുന്നത്.